മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടും യൂറോപ്പും തമ്മിൽ പണ്ടൊരു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ കരുവാരക്കുണ്ട് ഫേമസ് ആവുന്നത് ഗ്രാമ ടൂറിസത്തിനാണ്. വെസ്റ്റേൺ ഗാർഡനോട് ചേർന്ന് കിടക്കുന്ന കിടിലനായ സ്ഥലം, അരുവികളുണ്ട്, കാടുണ്ട്, കൃഷിയുണ്ട്. കരുവാരക്കുണ്ടിൻ്റെ ഭംഗി അന്വേഷിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കിടിലൻ്റെ ഒരു താമസ സ്ഥലം ആദ്യം പറയാം. അതാണ് വനദ്വീപ്. ദേ ആ കാണുന്നതായിരുന്നു നമ്മുടെ കോട്ടേജ്. അങ്ങോട്ട് നടന്നാലോ? ഈ കോട്ടേജ് എവിടെ നിൽക്കണം നോക്കി, നല്ല രസമല്ലേ? പാറപ്പുറത്താണ്. അതായത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് അതേ പടി നിലനിർത്തിയാണ് പാറപ്പുറത്ത് ഇങ്ങനെ റൂമുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് വനദ്വീപിൻ്റെ പ്രത്യേകതകളിലൊന്നും. ദേ ഈ റൂമുകളുടെ മുന്നിൽ ഇതൊരു വിശാലമായിട്ടുള്ള പൂമുഖമെന്നോ ബാൽക്കണി എന്നോ വിളിക്കാവുന്ന ഒരിടമാണ്. പ്രീമിയം ലെവലിലാണ് 2 മുറികൾ. ഈ ജനൽ തുറന്നിട്ടുണ്ടല്ലോ, പേരറിയാത്ത ആ അരുവിയുടെ താരാട്ട് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് മയങ്ങാം. ഈ പാറയുടെ താഴെ നമുക്ക് ഒത്തുകൂടണമെന്നുണ്ടെങ്കിൽ, അതായത് ആഹാരമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അരുവിയിലേക്ക് നടന്നിറങ്ങാം, കുളിക്കാം, ഒന്ന് മയങ്ങാം. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. വലിയ ആഴമൊന്നുമില്ല, പക്ഷേ പാറപ്പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ ജലനിരപ്പ് വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു ചെറിയ ദ്വീപിൻ്റെ ഫീൽ കിട്ടും. അതുകൊണ്ടാണ് വനദ്വീപ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ അനുഭവിക്കണമെങ്കിലേ ഉൾനാട്ടിലേക്ക് പോകണോ, അതായത് ജീപ്പൊക്കെ പിടിച്ച് പോകണമെന്ന്? വേണ്ട. നിങ്ങൾ കൽക്കുണ്ടിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ? അങ്ങോട്ട് പോകണ വഴിക്ക് റോഡ് സൈഡിലാണ് ഈ വനദ്വീപ്. അപ്പോൾ പ്രൈവസി ഉണ്ട്, എന്നാൽ സൗകര്യമുണ്ട്. ഇനി നമുക്ക് കരുവാരക്കുണ്ടിൻ്റെ ബാക്കി കഥയും കൂടെ പറയാം. കരു എന്ന് പറഞ്ഞാൽ ഇരുമ്പയിര്. ഈ അയിരിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുത്ത ഇരുമ്പാണ് ഗ്രീസിലേക്ക് പണ്ട് കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ കരുവാരക്കുണ്ടിലേക്ക് ഇനി വരുമ്പോൾ ഇതിൻ്റെ ചരിത്രവും ഭംഗിയൊക്കെ ആസ്വദിച്ചിറങ്ങുമ്പോൾ വനദ്വീപിൽ താമസിക്കാം, പ്രീമിയം ലെവലിൽ താമസിക്കാം.